നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക്. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലും മുഖം നഷ്ടപ്പെട്ടതോടെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ ആശങ്കയിലാണ് ഈ നേതൃത്വം. വിവരങ്ങൾ നൽകാൻ ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, ഒന്നിനു പിറകെ ഒന്നായി CPM ഇങ്ങനെ അഴിയാക്കുരുക്കും തീരാത്ത തലവേദനയുമായി മാറുകയാണ്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും പാർട്ടിക്ക് പുറത്തെ പ്രശ്നങ്ങളും. ഇപ്പോഴിതാ ഈ സ്വന്തം ഫണ്ട് വരെയാണ് കൈയിട്ട് വാരിയിരിക്കുന്നത്. അതായത് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലും മുഖം നഷ്ടമായിരിക്കുകയാണ് CPM-ന്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എങ്ങനെ CPM ഇതിനെ പ്രതിരോധിക്കും? ദിസ്ന. തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പരാജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ CPM-ന് ഉണ്ടായത് എന്ന് തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ അത് ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഫണ്ട് വിവാദം കൂടി ഉൾപ്പെട്ട ഈ സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നതിലുൾപ്പെടെ ഒരു ചർച്ച നടക്കുന്നത് എന്ന് തന്നെയാണ്. ഇന്നലെ നടന്ന കമ്മിറ്റി യോഗങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ ഫണ്ട് വിവാദം ചർച്ചയായി. ഇനി ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിനൊന്നും മുതിരരുത് എന്നത് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടി അണികളെ വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. അശ്വതി, നമുക്കറിയാം ഈ ഗൃഹ സന്ദർശനത്തിലൂടെയൊക്കെ തന്നെയും വലിയ രീതിയിൽ പെരുമാറ്റച്ചട്ടമൊക്കെ കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനമായും അവർ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശബരിമല വിഷയം വലിയ രീതിയിൽ ചർച്ചയാവും. അതോടൊപ്പം തന്നെ പാർട്ടിയിലെ 3 പ്രധാനപ്പെട്ട ആളുകൾ അറസ്റ്റിലായിട്ട് പോലും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, പ്രത്യേകിച്ച് പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നതുൾപ്പെടെ പാർട്ടിയിലെ അണികൾക്ക് പ്രത്യേക ക്ലാസുകൾ അല്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശചട്ടങ്ങളൊക്കെ കൊടുത്ത് വോട്ട് തേടാൻ CPM തയ്യാറാകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഊരാക്കുടുക്കുകൾ CPM-നെ തേടി വരികയാണ് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒന്നാമതായി ശബരിമല വിഷയം, അതിൽ എന്ത് ന്യായീകരണം നൽകണം എന്നത് തന്നെയാണ്. ശബരിമല വിഷയം കൃത്യമായി പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചു എന്നത് തന്നെയാണ് പാർട്ടിക്കുള്ളിലെ ചർച്ച. പക്ഷേ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അത് അംഗീകരിക്കുവാൻ ഇന്നുവരെയും തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടിയിലെ തന്നെ ഒരു കൗൺസിലർ പിന്നീട് പരസ്യ പ്രതികരണമായി വരികയും പാർട്ടി നേതൃത്വത്തിന്റെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം കാരണം അത് പിൻവലിക്കുന്നതൊക്കെയും നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഈ ഫണ്ട് വിവാദം കൂടി വന്നിരിക്കുന്നു. ഈ ഫണ്ട് വിവാദം വന്നതിന് ശേഷം എങ്ങനെയാണ് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ പാർട്ടി അഭിമുഖീകരിക്കുക എന്നത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടുത്തി വീണ അവസ്ഥയാണ് CPM-ന്റെ തലയിൽ. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒഴിയാബാധയായി CPM-നെ പിന്തുടരുകയാണ് ദിസ്ന.